നമസ്കാരം. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഇതാദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണ സംഘം കേന്ദ്രമന്ത്രിയുടെ മൊഴിയെടുക്കുന്നത്. DIG തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ഈ പൂരം അലങ്കോലപ്പെട്ട സംഭവം നടന്നത്. അന്ന് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചതെന്ന്, എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്നുമാണ് പോലീസിന് പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. BJP പ്രവർത്തകർ തന്നെയാണ് തന്നെ ഈ വിവരം അറിയിച്ചത് എന്നാണ് സുരേഷ് ഗോപി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആംബുലൻസിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി സംഭവസ്ഥലത്തേക്ക് എത്തിയത്. ഈ സംഭവത്തിൽ നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും CPIയും അന്നവിടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നതായി ആരോപിച്ചിരുന്നു. ഇതൊരു ആസൂത്രിത പരിപാടിയായിരുന്നു പൂരം കലക്കൽ എന്നാണ് CPIയും സുനിൽകുമാറൊക്കെ തന്നെ അന്ന് ആരോപിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് സർക്കാർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നത്. ത്രിതല അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. നേരത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെയും ഈ സംഭവത്തിൽ കുറ്റപ്പെടുത്തിയ റിപ്പോർട്ട് DGP സമർപ്പിച്ചിരുന്നു. രാത്രി മന്ത്രി K രാജൻ ഫോൺ വിളിച്ചിട്ട് ADGP ഫോൺ എടുത്തില്ല എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അന്നത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇനിയായിരിക്കും പുറത്തു വരിക. അതീവ രഹസ്യമായിട്ടാണ് പോലീസ് അന്വേഷണ സംഘം സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.